ശമ്പളം കിട്ടിയോ? ഇല്ല. അനക്ക് കിട്ടിയോ? ഇല്ല. ദീപയ്ക്ക് എനിക്കും കിട്ടിയിട്ടില്ല. ശാന്തേജിയെ ഫുള്ള് കഥയല്ലേ? പപ്പു കല്യാണത്തിനൊന്നും പോയില്ലേ ഗോപാലേട്ടന്റെ അവിടെ? അതെന്ത് വർത്താനാ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇന്നലെ 24 മണിക്കൂറും മൂപ്പര വീട്ടിലല്ലേ? ആണോ? നിങ്ങൾ വന്നീനോ? ആ, ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും? അല്ല, ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ആ, അത് ശരി. ഞാനവിടെ കലവറേന്റെ ഉള്ള അവിടെ എവിടെയൊക്കെയാണ്. ഭക്ഷണമൊക്കെ ബാക്കിയേനുല്ലേ? ഭക്ഷണം ബാക്കി ആയിനോന്നോ? ഒന്നും പറയണ്ട. ഭക്ഷണം ബാക്കിയാണ്ടെക്കുക. എങ്ങനെയാ ബാക്കിയാണ്ടെക്കുക? നമ്മളെ രമേശ് ചേട്ടന്റെ മോനുണ്ടല്ലോ, മൂപ്പനാണ് നാട്ടിലെ ഭയങ്കര അഗ്രഗണ്യ ചിക്കൻ വിളമ്പുന്ന കാര്യത്തില്. ഏത് കല്യാണപ്പുര പോയി കഴിഞ്ഞാലും മൂപ്പര കയ്യിലേക്ക് അങ്ങോട്ട് പ്ലേറ്റ് കൊടുക്കും. അല്ല, ബക്കറ്റും കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഓന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഓൻ എല്ലാവർക്കും ചിക്കൻ എത്തിക്കും. ഓൻ ഇന്നലെ വിളമ്പി എല്ലാവർക്കും വിളമ്പി വന്ന് ഓൻ പറഞ്ഞിട്ടോ, വന്നിട്ട് ദാ എല്ലാവർക്കും കിട്ടിക്കേ, എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കലവറയിൽ വന്ന പോലെ സംഭവം പറഞ്ഞ് കറി മാത്രം വിളമ്പിയാന്നേ 100-200 കിലോ ചിക്കൻ മൊത്തം ബാക്കിയല്ലേ. അതൊക്കെ ആടെ എവിടെ മൊത്തം പുഴയിലോ കൊണ്ടുവച്ചിട്ട് വരിക. ഇന്നലെ രാത്രി നീ അവിടുന്ന് കറങ്ങി നടക്കുന്നുണ്ടേനല്ലോ, നിനക്കതൊന്ന് ശ്രദ്ധിച്ചൂടേനോ? ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യോ? ഓരോരുത്തരാളെ പണി ഏൽപ്പിച്ചാ ഓല് ചെയ്തോളൂ. അല്ല, ഞാൻ ആലോചിക്കാ, ആ ചിക്കനൊക്കെ എടുത്ത് നല്ലോണം ചെടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാ നല്ലോണം വളരൂലേ? ചിക്കനോ? ചിക്കനല്ല, ചെടി വളരുന്ന കാര്യ പറഞ്ഞ. ചെടി വളരും അല്ലേ? അപ്പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ചായ ഒന്ന് നിങ്ങൾക്ക് ആറ്റി തന്നൂടെ ഇത്? അല്ല പിന്നെ മാഷോ നമസ്കാരം. അല്ലടാ, ഇനി എന്തിനാ തേങ്ങറക്കിയ? ഞാനോ ഈ ആഴ്ച നടക്കില്ല, തിരക്കോട് തിരക്കാ. നിന്ന് ഇരിയാണല്ലോ നേരല്ല. അപ്പോ അടുത്ത ആഴ്ച. ഓ, നീ ഇപ്പൊ എന്റെ കാല് പിടിക്കണം. ഞാൻ കാല് പിടിക്കണമെങ്കിൽ ഞാൻ വെച്ച് തരണ്ടേ കാല്? അതിനും കൂടി നേരല്ല, ലൈറ്റാ തിരക്കാ. അനക്കിപ്പോ തെങ്ങുമ്പോ കയറുന്ന യന്ത്രമൊക്കെ ഇല്ലേ? എന്റെ യന്ത്രം ഇത് കിട്ടുന്നില്ല. ഇതാണ്. ഇനിയിപ്പോൾ ഏത് യന്ത്രം കണ്ടുപിടിച്ചെങ്കിൽ ഇല്ലെങ്കിലും തേങ്ങ വളഞ്ഞിച്ച് വന്നേരം തെങ്ങുമ്മ കയറി ചൊട്ടി എന്നെ നോക്കണം. അതിനൊരു യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചില്ല. മനസ്സിലായോ? നിങ്ങൾ കോഴിക്കോടുള്ള ഹോട്ടലൊക്കെ കണ്ടിക്കോ? വലിയ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടൽ കണ്ടിക്കോ? കണ്ടിക്ക് പോയിക്കില്ല. അവിടെയൊക്കെ ഭക്ഷണം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയും? എന്താ? അവിടെയുള്ള മാനേജർമാരും അതുപോലെ തന്നെ അവിടെയുള്ള പണിക്കാരും അതേ ഡ്രസ്സിൽ വന്നിട്ട് നമ്മുടെ റോഡുമ്മലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കും. നീ അതും കാത്തുക്ക? നീ അത് കിട്ടാൻ കാത്തുക്കേനും? കിട്ടാൻ കാത്തു നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞ. നീ ആയതുകൊണ്ട് പറഞ്ഞതാ. അതിന്റെ ഇടയ്ക്ക് എന്താടോ അങ്ങനെ വിളമ്പിക്കൊടുക്ക? അത് ആർക്കെന്നറിയോ? അത് പിച്ചക്കാരാണെങ്കിലും പൈസക്കാരാണെങ്കിലും ആർക്കും പോലും വിളമ്പി കൊടുക്കും. എല്ലാവർക്കും കൊടുക്കൂലേ? ഓ, എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താ എത്തിച്ചാ പോരേനാ? അതൊന്നും ശരിയാവില്ല. പുഴയെ കൊണ്ടുവരുന്ന നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താ പോരേനോ? അത് ശരിയാവില്ലേ? എത്ര പാവങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് വേസ്റ്റാ. ഫുഡ് വേസ്റ്റ് ആയ വേസ്റ്റ് തന്നെ. പുഴയെ കൊണ്ടിടുന്ന നേരം കൊണ്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് തന്നൂടേനോ? ഏത് പാവങ്ങൾക്ക്? നിങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുതന്ന എന്താ പറയാ? നിങ്ങള് ഗോപാലിന്റെ വീട്ടിലെ മോന്റെ കല്യാണത്തിന് മൊത്തം ഭക്ഷണം ബാക്കിയാ എന്നിട്ട് പോലും കുഴിച്ചു മൂടിയാ. എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കുന്നതെന്ന് അറിയും? ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചിക്കനൊക്കെ വാങ്ങിയിട്ട് മൊത്തം ഭക്ഷണം വേസ്റ്റ് ആക്കിയെന്നറിയും. ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞെടുക്ക? കണ്ടടാ, അച്ഛനുള്ളതാ കുറെ നേരം നിൽക്കുന്നാടാ. അത് നമ്മളെ തടത്തില് ദിനേശന് നമ്മൾ തെങ്ങുമെന്ന് വീണേ. ഓൻ തെങ്ങുമെന്ന് വീണേന് ശേ മുമ്പാത്ത തെങ്ങുമ്മൽ മൊത്തം ഞാനാ കയറുന്നത്. ഭയങ്കര തിരക്കോട് തിരക്ക്. ചിലര് തെങ്ങുമെന്ന് വീഴ അധിക സമയമൊന്നും വേണ്ട. എനിക്ക് സ്കൂൾ പോകാനില്ലേ? തെണ്ടിങ്ങനെ നടക്ക? കുട്ടികൾ അരഞ്ഞിങ്ങനെ നടക്കുക സ്കൂൾ പോകണ്ട്. അതാണ് നിന്നോട്ടെ, അനക്കെന്തായിന്? ഇത് കേട്ടേക്ക് ഇയാള് PhD എടുത്ത് കുത്തിരിക്കാന്ന്. ചേലക്കാണ്ട് പോടാ. ചായന്റെ പൈസ ആളെ തരാം. മറക്കണ്ടേ തിരക്കാന്ന് പറഞ്ഞില്ലേ മാഷേ? ഒന്നും പറയണ്ട, ഓളൊരു ലോണ്. അടുത്ത പ്രാവശ്യേ ഓളെ പ്രസിഡന്റ് ആക്കാൻ നിൽക്കരുതേ. അത് ഞാൻ നിന്നോട് പറയണം ചോദിച്ചതാ. അനക്ക് എന്നാ പോരെ?
നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നിൽക്കൂ. ഓളെ വിചാരം ഓക്ക് മാത്രമേ ഈ പണി അറിയുള്ളൂ എന്നാ. ആ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആ ഞാൻ ഫുള്ള് സപ്പോർട്ട് ചെയ്യും. അല്ല കണ്ടേട്ടാ, ഇന്നത്തെ കഴിഞ്ഞാ? ഇല്ലേ, ഞാൻ കൂട്ടുകാളൊന്ന് കൊല്ലന്റെ കൊടുത്തിട്ട് വരിക. ആ, ഇന്ന് ശരി. കിട്ടൂല. നിങ്ങളോട് പോവാ? അത് ഞങ്ങള് നമ്മളെ നാരായണിയമ്മല്ലേ, മുപ്പത്തി കൊറേ ആയിട്ട് കിടപ്പില്ലല്ലേ. ഒന്നും പറയണ്ട, പൊട്ടി ഒലിച്ചിട്ട് എത്ര കാലായി അതിന്റെ അകത്ത് കിടക്കുന്നത്. അല്ല, 3 കുട്ടിയല്ലേനോ? മൂത്തോനല്ലേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്. ആ, പിന്നെ മോക്കെന്തോ, മോളെ സ്വഭാവത്തിനെന്തോ, എന്താ മോളെ അവസ്ഥ? ഒക്കെ അവിടെ വല്ലാത്തൊരവസ്ഥയാണ്. ആ, എന്താ അവസ്ഥ? വലിയ സുഖമൊന്നുമില്ല. അല്ല, നടുക്കത്തിന്റെ പെണ്ണുങ്ങളാ പോയി കണ്ടെന്നാണ്. ബസ് ഡ്രൈവറെ പറഞ്ഞാൽ പോയി കണ്ടെന്നാണ്. ശരിയാ. ഒന്നും പറയണ്ട, ആടത്തെ കഥകളൊക്കെ ഇങ്ങനെ തന്നെ, ഒരു സ്വസ്ഥത ഇതുമില്ലാത്ത. ബിനു ആക്സിഡന്റ് ആയി, മറ്റോ ബാംഗ്ലൂരിന് ആക്സിഡന്റ് ആയി. ആ മോന്റെ മോൻ, രണ്ടാമത്തോന്റെ മോൻ കംപ്ലീറ്റ് പ്രശ്നം തന്നെയല്ലേ? അല്ല കണ്ട ഓനാ ആ കിടക്കുന്നോനല്ലേ കൊറോണ വന്നെന്തോ പറ്റി. എന്നോട് വയ്ക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയാം. അന്നോന് കൊറോണ വന്നിട്ട് ചത്തെന്ന് പറഞ്ഞല്ലേ. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് എണീറ്റ് പോയിട്ടല്ലേ ആ കൊയിലാണ്ടി അങ്ങാടിന്ന് ആക്സിഡന്റ് ഉണ്ടാക്കി വന്നത്. ശരിക്കും ആയമേനെ നോക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലേ ഇപ്പൊ? ആ, ഞങ്ങളിപ്പോ എല്ലാരും കുടുംബശ്രീന്റെ ആൾക്കാരെല്ലാരും കൂടി പോയി മാറി മാറി നോക്കും. അതെല്ലേ? മുമ്പൊക്കെ എന്താണ് അവസ്ഥ വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. ശരിയാ. മക്കളും കുട്ടികളൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ഓരോന്നുമാരൊക്കെ ഒപ്പിച്ചാ മതി. കുട്ടികളൊന്നും ഉണ്ടായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമല്ല. കുട്ടികളൊക്കെ ഓരോ വയ്ക്കാം. ആ, ദുരിതം വരുമ്പോഴെപ്പോഴും ഇങ്ങനെയൊക്കെയാ. ആലോചിക്കുമ്പോ തന്നെ മനുഷ്യനൊരു സ്വസ്ഥതയില്ല. അത് കുടുംബത്തിലൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ദുരന്തം കൊണ്ടൊരു കളിയും ചിരിയാൻ. ചെറിയൊരു ദുരന്തം വന്നാൽ മതി, അപ്പൊ പിന്നെ എല്ലാ ഇതും അങ്ങ് പോവും. എന്തെങ്കിലും ഒരു ചെറിയ സൂക്കേട് വന്നാൽ മതി, ആ കുടുംബത്തിന്റെ താളം ആകെ നോക്കല്ല. ഞാനും അതൊന്നും നോക്കില്ല. എന്നാ ചെല്ലുന്നാല് ഞാൻ പോട്ടെ. ആ, ശരി. ഇതൊക്കെ കേൾക്കുമ്പോ മനുഷ്യന് എന്തോ ഒരു വിഷമം വയ്യാനോ. എന്താ വെച്ചാ? കാഞ്ചന കല്യാണം കഴിച്ചങ്ങ് പോയി. കല്യാണം കഴിച്ചങ്ങ് പോവേ? അങ്ങനെയാണോ പോയത്? അങ്ങനെയാണ് ഒരു കല്യാണം നടക്കേണ്ടത്? ഇവിടെ പന്തലാക്കിയിട്ട് ആളുണ്ടായിരുന്ന? നമ്മൾ സദ്യ കൊടുത്തിരുന്നോ? അച്ഛാ, ഓളെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള സ്വപ്നം തരുന്ന അറിയോ? ഓക്കൊരു ഇത്ര സ്വർണ്ണം ഇട്ടിട്ട് ഒരു കാറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ 4 ആൾ അറിയിച്ചിട്ട് കഴിക്കണം നോക്കിയാ പോയില്ലേ? നീയോ? ഞാനച്ഛാ, നീ വിചാരിച്ചു? അച്ഛന്റെ പൈസക്ക് അതാ പറഞ്ഞത്. ശരി, എന്നാ ഞാൻ പറയുന്ന ഒരു കാര്യം ബാലനെ കൊണ്ട് കേക്ക്. എന്ത്? ബാല, എനിക്ക് ആകെ ഇത്രയൊക്കെ സ്വത്തേ ഉള്ളൂ. അത് നമുക്കുള്ള, അത് മതി, അത് നമ്മുടെ സന്തോഷല്ലേ. ഇത് നിങ്ങൾക്ക് രണ്ടാക്കും പാർട്ടീഷൻ ചെയ്ത് തരാനാണ് എന്റെ തീരുമാനം. എന്തേ? എങ്ങനെ വെച്ചാൽ രണ്ടാക്കാം? അതെന്താ? അച്ഛനെയും അച്ഛനൊക്കെ പൊന്നുപോലെ സന്തോഷിച്ചൊക്കെ ഞാനല്ല ഇവിടെ. ഞാനല്ലേ? അതെ അല്ലേ? അതെ. പക്ഷെ എന്ന് കരുതിയിട്ട് രക്തബന്ധത്തെ മുറിച്ചു മാറ്റാൻ പറ്റുമോ? രക്തബന്ധം മുറിച്ചല്ലേ ഓളോട് ഇറങ്ങിപ്പോയത്. ശരിയാ. നോക്ക്, നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴേ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതല്ല, എനിക്കത് മാനസികമായിട്ട് പൊരുത്തപ്പെട്ട പറ്റാത്ത സംഗതി. നീ അങ്ങനെ പറയരുത്. വെറുതെ തലകൊണ്ട് വെട്ടിച്ചെലിക്കല്ലേ. ഞാൻ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. പുറത്ത് കുത്ത് കിട്ടണ്ടെങ്കിൽ ഓള് വിളിച്ചെടുത്തിലേക്ക് ചെല്ലുവാല. എന്റെ കരച്ചിൽ കേൾക്കാനാകില്ല മോനെ. ചെല്ല്. ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം കുടിപ്പിച്ചു. എന്താ നിങ്ങൾ എന്തൊരു മനുഷ്യനാ? എന്താണ്? സ്വത്ത് ഭാഗം വെക്കുന്ന എങ്ങനെ സമ്മതിച്ചാലുണ്ടല്ലോ. സമ്മതിച്ചിട്ടില്ലല്ലോ, എതിർക്കല്ലേ? സമ്മതിക്കരുത്. അതിന് സമ്മതിക്കൂല്ലോ. നിങ്ങൾ രാഷ്ട്രീയക്കാരനാ, ഏത് സമയത്തെ സ്വഭാവം മാറെന്ന് പറയാൻ പറ്റൂല. ഇക്കാര്യത്തിൽ നിറം മാറൂല. ഒറ്റ നിറത്തിൽ നിൽക്കും ഞാൻ ഇവിടെ. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. സ്വത്ത് നിങ്ങൾ ഭാഗം വെച്ച് കൊടുത്താലേ അവരെല്ലാരും കൂടെ തള്ളിക്കേറി ഇങ്ങോട്ട് വരും. പിന്നെ നിങ്ങളെ അവസ്ഥ എന്താന്ന് അറിയാലോ. നീ ഇങ്ങനെയൊക്കെ പറയോ? പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പറയണ്ട. പിന്നെ അവരിങ്ങ് തള്ളി വന്നാലേ ഞാൻ മാത്രല്ല നിന്റെ അവസ്ഥയും മോശമാവും. അതെനിക്കറിയാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഈ പാർട്ടീഷൻ നടക്കണ ആധാരം വേണ്ടേ? നീ ഒരു കാര്യം വേണം. നീ ഇവിടേക്ക് അടിച്ചു വരുന്ന സമയത്ത് ആ ആധാരം എടുത്ത് മാറ്റി വെക്കാം. ഞാനതെടുത്ത് പണയം വെക്കും. പണയം വെച്ച ആധാരം കൊണ്ട് ഇവരെങ്ങനെ സ്വത്ത് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് നോക്കാലോ. ഈ വയറ് നിറച്ച ബുദ്ധിയാണല്ലോ. അപ്പോ വെള്ളം കുടിച്ചോ? അവളെ കുടിച്ചു. എന്താ എന്റെ തീരുമാനം? തീരുമാനം ഞാൻ തീരുമാനിച്ചോണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് പറയാം. ഞാൻ പറയാം. എന്താ ഇവിടെ ചായ അടിച്ചിട്ട് പോയപ്പോരെ? ഇത് ചായക്കടയാണോ? ആണോ? ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് എവിടേക്കൊക്കെയോ പോവാനല്ലേ? എവിടേക്കൊക്കെയോ ഉണ്ട്. അച്ഛാ, തീരുമാനാക്ക. ഞാൻ പോയിട്ട് വരാം. ഓ എടാ, ഞാൻ കയറിയിട്ടില്ലടാ. അച്ഛമ്മ പോട്ടെ. നീ എന്തിനാ എല്ലാവരോടും സംഭവം ചോദിക്കുന്നത്? അച്ഛാ പോട്ടെ, അച്ഛമ്മ പോട്ടെ. വണ്ടി പറ.
എന്താ ചേച്ചി? നീ അറിഞ്ഞോ? എന്ത്? ഇവിടെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക, സ്വത്ത് ഭാഗം വെക്കാൻ. സ്വത്തോ? ആ, ഇവിടെയുള്ള സ്വത്ത് ഭാഗം വെച്ച് എന്നേക്കുമായി നിന്നെ അങ്ങ് പറഞ്ഞയക്കാനാണ് പ്ലാൻ. അതായത് ചുരുക്കി പറഞ്ഞാ ഇവിടുന്ന് പടിയടച്ച് പിണ്ണം വെക്കാൻ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ മതിയോ? എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നിട്ട് പോണ്ടവളാണോ നീ? നീ ഇവിടുത്തെ കുട്ടിയല്ലേ. ഞാൻ ജോണിച്ചായനോട് പറയാം. എന്ത് പറഞ്ഞാലോ ജോണിച്ചായൻ അവൻ ഇന്നലെ വന്നവനല്ലേ. നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? ഇതൊക്കെ നീയാ തീരുമാനിക്കേണ്ടത്. ഒരു കാരണവശാലും സമ്മതിക്കരുത് കേട്ടോ. നീ ഇടത്തേക്ക് വാക്കുകൊണ്ട. അത് സമ്മതിക്കരുത്. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലാണ്ടാവും. നാളെ തിരിച്ച് നീ വീട്ടിൽ കയറി വരണ്ടവളാ. നമ്മളെ ബന്ധം പിരിഞ്ഞുകൂടി. നമ്മളൊരു കുടുംബല്ലേ. സമ്മതിക്കേ. സമ്മതിക്കില്ലല്ലോ. സ്വത്ത് ഭാഗം വെക്കാൻ സമ്മതിക്കില്ലല്ലോ. അവര് പലതും പറയും. സമ്മതിച്ചേക്കരുത്. തന്നാലും നീ വാങ്ങരുത് കേട്ടല്ലോ. എന്നാ പോയിക്കോ, ക്ഷീണിച്ചു പോയി. എന്താ ഓടുന്നേ? അച്ഛൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. അതെ മോളെ, ഇത് പറഞ്ഞ ബാലിന് മനസ്സിലാവണ്ടേ? അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാ. ഞാനിപ്പൊ കാഞ്ചനെ കണ്ട് സംസാരിച്ചോ? എന്നിട്ട് ഓൾ എന്നോട് ചോദിക്കുക, പാർട്ടീഷൻ ചെയ്ത് എന്നെ അങ്ങ് ഒഴിവാക്കുകയാണോന്ന്. അങ്ങനെ ചോദിച്ചോ? അത് കേട്ടിട്ട് എന്റെ നെഞ്ച് തകർന്നു പോയ അച്ഛ. ഓളിമ്പളെ കുടുംബത്തിലുള്ള തന്നെയല്ലേ. അച്ഛന്റെ കാലശേഷി സ്വത്തൊക്കെ മക്കൾക്കുള്ള തന്നെയല്ലേ. ഒരു പാർട്ടീഷൻ ചെയ്ത് എടുത്തോട്ടെ. ശരിയാ. ആരുടെ കാലശേഷോ? ഏത് സ്വത്ത്? സ്വത്തൊക്കെ എന്റെ പേരിലാ. എന്റെ കാലശേഷം ഈ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലച്ചമ്മേ, ഈ കാലശേഷം എന്ന് പറയുമ്പോഴേ കുടുംബത്തിൽ പ്രായമുള്ള ആൾക്കാരാണല്ലോ ആദ്യം മരിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത തലമുറയ്ക്ക് ആ സ്വത്ത് കിട്ടും. ആ സ്വത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് അവര് മരിച്ചു കഴിയുമ്പോ അടുത്ത തലമുറയ്ക്ക് കിട്ടും. അങ്ങനെയാണല്ലോ സാധാരണ. അതൊക്കെ പണ്ട്. ഇപ്പൊ 22 വയസ്സുള്ളവർ ആദ്യം കൊഴിഞ്ഞു വീണ് മരിക്കുന്നു. എന്റെ മോൻ പുറത്തു പോയില്ലേ, ഓനെപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ആർക്കറിയാ? അച്ഛമ്മേ, അല്ല, നമ്മുടെ നാട്ടിലാരാ മരിച്ച്? എടാ, ആരാ മരിച്ചെന്നുള്ളതല്ല, ഒരു നാടാകുമ്പോ ഒരു മരണം ഉണ്ടാവാം. നമ്മളവിടെ ആ മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ ആ ബോഡിക്ക് ഒന്ന് കാണാം, കണ്ടിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നാളാവുക. നമ്മൾ നമ്മളെ തന്നെ പരസ്യം കൊടുക്കുക. ഈ പരസ്യം കൊടുത്ത് ഇല്ലേ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ചില കല്യാണങ്ങളില്, ചില പാല് കാച്ചലിലൊക്കെ ഈ വലിയ വലിയ സെലിബ്രിറ്റികൾ പോകാൻ കാരണം എന്താ? അവരെ വിളിച്ചിട്ടില്ല, അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ ആളാവുക. സെൽഫ് പ്രൊമോഷൻ. ഇവിടെ എവിടെയെങ്കിലും മരിച്ച വീടുണ്ടോ? നാടാകുമ്പോ ആരെങ്കിലൊക്കെ മരിക്കാണ്ടിരിക്കോ? എന്താ പ്രശ്നം? ആ കൊച്ചി ഇവിടുന്ന് എന്തോ എടുത്തോണ്ട് പോയി. ആര്? അപ്പണ്ണോ? അറിയില്ല, എന്തോ കയ്യിൽ പൊതി എന്തോ ഉണ്ട്. അത് ശരി. എന്റെ പോലെ ഒന്നും എടുത്തോണ്ട് നിങ്ങൾക്കറിയില്ല? ഞാൻ കണ്ടില്ല, ഞാൻ വരുമ്പോഴേക്കും അത് ഓടി. അത് മോളെ തടത്തിലെ ദിനേശന്റെ മോളാ. കടപ്പിലെ ദിനേശന്റെ മോന്റെ മോളാ. നേരത്തെ ഞാൻ ചായപ്പീടിന്ന് ചായ കുടിക്കുന്നേരം ആടെ വന്ന് പീടിയിലേക്ക് നോക്കിക്കുന്നുണ്ട്. ഞാൻ കൂട്ടം കൂട്ടി അങ്ങ് പോയതാ. എന്താ പോയി നോക്കാത്തേക്ക്. ഞാൻ ബാലേട്ടെ ഒന്ന് വിളിച്ചു പറയട്ടെ. എന്നാ അതല്ലേ ബാലം ഒന്ന് വിളിക്കും. അല്ല, അത് ഞാൻ ശരിയായി തരാം. പക്ഷെ നമുക്ക് ഈ ഉടായ്പ പരിപാടി, ഈ കൈക്കൂലി അങ്ങനത്തെ എനിക്ക് താല്പര്യമില്ല. എന്താ ബാല? പിന്നെ നീ ഫയലൊക്കെ സെറ്റാക്കി വെച്ചാൽ ഞാനത്. എന്താ ബാല? പോയി മാഷേ. എന്താ ബാല? മരിച്ചുപോയി. ആര് മരിച്ചു? പറയണ്ട, പറഞ്ഞുകൊടുക്ക്. ആരാ മരിച്ചെന്ന്? മരിച്ച ആളിന്റെ ഭാര്യയുടെ അമ്മായി നമ്മുടെ നാട്ടിലുള്ള, പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതാ. നീ ആരാ കാര്യം പറഞ്ഞ്?
മരിച്ച ആളുടെ അമ്മായി, അല്ല ഭാര്യയുടെ അമ്മായി നമ്മുടെ നാട്ടിലുള്ള അല്ലേ? കമലമ്മ എന്നാണ് ആളുടെ പേര്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. ഒരു വീട് എവിടെയാ മുനിസിപ്പാലിറ്റിയിലുള്ളൊരു കമലമ്മ? എന്താ പക്ഷേ മുനിസിപ്പാലിറ്റിയിലല്ലേ ഇവന്റെ ജോലി? ഇവരോട് ചോദിച്ചാ പോരെ? പക്ഷേ മാന്യമായിട്ടുള്ള ആളുകളോട് ഇടപെടുക, ആവശ്യമില്ല. വേറെ ആരാണ് ചോദിച്ചാ പോരെ? എന്തിനാ ഇവരെപ്പോലുള്ള ആളുകളോട് ചോദിച്ചു വെറുതെ വിലകളെ നിൽക്കുന്നു? എന്റെ അളിയനല്ലേ? ആരളി? എന്റെ അളിയൊന്നുമല്ല. ഏതളി പറയണി? ഇവിടെ ഏതോ ഒരു കുട്ടി എന്തോ എടുത്ത് ഓടി. അയ്യോ, ദിനേശന്റെ മോളാന്നാ പറയുന്നത്. അൻപത് പോയാ? അയ്യോ, 50 ഏത് വീട്ടിന്ന്? എന്റെ വീട്ടിന്ന് 7 ലക്ഷം റുപ്യോ? അയ്യോ അയ്യോ, ദിനേശനെ കൊല്ലു ഞാൻ. ദിനേശനെ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അല്ല ജോണിയെ, മതി മതി. നിങ്ങളെന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാനും കേട്ടല്ലേ ഇവിടെ നിന്ന്. നിങ്ങൾക്ക് എന്താണ് മാഷേ? ഓനെ തന്നെ അറിഞ്ഞൂടാ ആരാ മരിച്ച ഏതാ അഡ്രസ്സ്? ഓൻ്റെ അഡ്രസ്സ് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഫോണിൽ ലാസ്റ്റ് എന്താ കേട്ട്? 50 പവൻ അടിച്ചുകൊണ്ട് പോയി, പിന്നെ 7 ലക്ഷം റുപ്യ കൊണ്ടുപോയി എന്നൊക്കെ അല്ലേ? 50 പവൻ ഓൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഓൻ എന്താക്കി ഉണ്ടാവും? കമ്മത്ത് ലൈനിൽ കൊണ്ടുവച്ച് കച്ചവടമാക്കി ഏതേ നാട്ടിൽ പോയി ഉണ്ടാവും. നമ്മളിവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞലിക്കോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇത് മരിച്ചു കഴിഞ്ഞാൽ വെക്കുന്ന സാധനമാണ്, അല്ലാണ്ട് നിങ്ങൾ ഇലക്ഷൻ ജയിച്ചിക്കൊന്നുമില്ലല്ലോ. അത് കഴുത്തുനിന്ന് എടുത്ത് കളി, അല്ലെങ്കിൽ നാട്ടുകാർ അനുശോചന യോഗം ചേരും. ദിനേശന്റെ വീട് അങ്ങോട്ടല്ല, ഇപ്പറ. അത് നിങ്ങൾക്ക് പറയാം, എനിക്കും അറിയാം. പിന്നെ ഓനെന്തിനാ അങ്ങോട്ട് പോയേ? 7 പവനും 50 ലക്ഷം റുപ്യ അതങ്ങനെ കൊണ്ടുപോവില്ല. നിങ്ങളല്ലേ പറഞ്ഞ് 50 പവനും 7 ലക്ഷം റുപ്യാന്ന്? എന്റെ വീട്ടിൽ അളമാരുടെ കണക്ക് കണ്ടെടുത്താ നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തേ പോയിക്കും? പോകണ്ടേ? എന്താ പോയേ? ഞാനൊരു പ്രമാണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ അടിച്ചു മാറ്റി പോയോ? ആകെ ടെൻഷനാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഏടോ, നമ്മള് ദിനേശന്റെ വീട്ടിലേക്കല്ലേ? ദിനേശന്റെ വീട് അങ്ങോട്ടാണോ ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാ? പിന്നെ ഈ ഇതിന് എന്റെ കൂടെ ചാടി കയറി പോകുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ നിങ്ങളെ ബാക്കിൽ ഇങ്ങോട്ട് പോന്നാ. നമ്മളെ ബാക്കിലെ വീട് നിങ്ങൾ അങ്ങോട്ട് എടുക്കി. പീഡിയന്റെ ബാക്കിൽ എത്ര നേരം നടക്കുന്നത്? ഒരൊറ്റ വളം കൂടി അങ്ങോട്ട് കടന്നായി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആ ദിനേശന്റെ മോളുണ്ടല്ലോ, വീട്ടിലെ സ്വർണ്ണം പണം ഒക്കെ എടുത്തിട്ടു. പണിയൊക്കെ പിന്നെ എടുക്കണം. ആ ദിനേശന്റെ മോള് വീട്ടിലെ സ്വർണ്ണം പണം ഒക്കെ എടുത്തിട്ടു. പിന്നെ പറയാം, അടുത്തിട്ട് പറയാ. കളിച്ച ആള് മാറിപ്പോയതാ. എന്താ പ്രശ്നം? ആ ദിനേശന്റെ മോളിലെ വീട്ടിലെ സ്വർണ്ണം പണം ഒക്കെ എടുത്തുണ്ടോയി. അതെ, ബാലിന്റെ വീട്ടിലേക്ക് എതിരാ കളി. ഈ തീക്കട്ടയില് ഉറുമ്പരിക്കോ? അത് കാണല്ലോ. അതെ, വെറുതെ ഞാൻ വിടൂല. എല്ലാം ഞാൻ അടിച്ചാൻ പൊളിക്കും. അതിലെനിക്ക് ഒരു വേണ്ട. മുന്നില് വന്നോ എന്താടി? ബാലേട്ടാ, ഇവിടുന്ന് വേറൊന്നും പോയില്ല. അടുക്കളയിൽ കളയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. വേസ്റ്റാ. സ്വത്ത് തട്ടിയെടുക്കാനൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിലേ സ്വന്തം അയൽവക്കത്തെ ആരെങ്കിലുമൊക്കെ പട്ടിണി എടുക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇങ്ങനെ കുട്ടികളൊക്കെ വിശന്നിരിക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ അന്വേഷിക്കാനും കൂടി ബാധ്യതപ്പെട്ടവൻ അയൽവാസി.